എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഓണസദ്യയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറുക്ക് കാളനാണ്. കുറുക്ക് കാളന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തക്കായ തൊണ്ട് കളഞ്ഞത്, 2 കഷ്ണം ചേന. ഇവ നല്ല കട്ടിയായിട്ട് അരിയുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തുറന്ന് തിളപ്പിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഞാനിവിടെ മൂടി വെച്ചിട്ടില്ല, തുറന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കൂട്ടിയിളക്കി കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകുന്നതായിട്ട് കാണാം. ഈ കുറുകാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരകി വയ്ക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചിരകാനായിട്ട് എടുക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് കുറുകി തീർന്നു. നല്ല ആവി പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇപ്പം ഇതിലില്ല, അത്രത്തോളം വറ്റി. എന്നാലും അതിന് നല്ല കുറുക്കിയ കാളൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, ഇപ്പോൾ വളരെ കുറുകിയിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ 1 കപ്പ് തൈരാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് എന്ന് പറയുമ്പോൾ നല്ല പുളിയുള്ള തൈരാണ് എപ്പോഴും നല്ലത്. അത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലൊഴിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഒഴിക്കുമ്പോൾ കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം തൈര് തിളച്ച് പോയാൽ, തൈര് ഒഴിച്ചുകൊണ്ട് ഇത് തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് കൈ വിടാതെ അങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി ഈ കുറുക്ക് കാളൻ കഴിക്കുവാൻ പറ്റുകയുള്ളൂ. വീണ്ടും ഇളക്കിയിരിക്കുക. എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ഈ കൂട്ടിയിളക്കി കഴിയുമ്പോൾ കുറുതായി ആ മഞ്ഞ കളറും മഞ്ഞളും എല്ലാം ഇതിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. നല്ല മഞ്ഞ കളറായി നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. കുറുകി വെള്ളം ഇതും വറ്റണം. വറ്റിയാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഇതിലേക്ക് വരികയുള്ളൂ. പലരും ഇത് വറ്റിക്കാതെ വരുമ്പോഴാണ് കുറുക്ക് കാളന് ടേസ്റ്റ് കുറയുന്നത്. കുറുതായും ഇരിക്കുകയില്ല. പിന്നെ മൺചട്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കാനായിട്ട് 1 മുറി തേങ്ങ ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ജീരകവും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത 6 പച്ചമുളകും ചേർത്ത് 2 തണ്ട് വേപ്പിലയും ചേർത്തിട്ട് ഇളക്കി ഞാൻ മിക്സിയിൽ തന്നെയാണ് ഈ തേങ്ങയെല്ലാം അടിച്ചെടുക്കുന്നത്. ചിരണ്ടുന്നില്ല. നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ. അതിനുശേഷം ഈ തൈരൊഴിച്ച് കുറുകിയിരിക്കുന്ന ആ കാളനിലേക്ക് ഈ തേങ്ങ ചിരകി നമ്മൾ യോജിപ്പിച്ചത് അതിലേക്ക് ഇടുക. മിക്സിയിൽ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കൂട്ടി ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് പോകരുത്. എല്ലാം കൂടി കൂട്ടി ഇളക്കി കുറച്ച് വറ്റുന്നത് വരെ വയ്ക്കുക. ഇത്തിരി നേരം നമുക്ക് ഇളക്കണമെന്നുള്ളൂ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ. ഇപ്പോൾ നന്നായി വറ്റിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഇതാണ്, ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കുക. ഇനി ഒന്ന് താളിച്ചൊഴിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്, കുറച്ച് ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കടുകാണ് ആദ്യം ഇടുന്നത്. കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇടുന്നു. ഉലുവയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് കുറച്ച് ചേർക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വളരെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ചേരുവകളൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മളൊക്കെ പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ മിക്കവാറും വീട്ടമ്മമാർക്ക് ഒരു ക്ഷമയും കിട്ടാത്തൊരു സ്ഥലമാണ് ഈ കടുക് പൊട്ടിക്കൽ. പക്ഷേ എനിക്ക് കടുക് പൊട്ടിത്തെറിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതിന് ശേഷമാണ് ഈ ഉലുവ ഇടുന്നത്. ഉലുവയും പാകമായിട്ടുണ്ട്. അതിനുശേഷം മുളകിടുന്നു. ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് എടുത്തു വച്ചിരിക്കുന്നത്. വറ്റൽമുളകിടുന്നു. ഇത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. പാകമായ ചേരുവകൾ ഈ കുറുക്ക് കാളനിലേക്ക് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ച് തുറന്ന് നമുക്ക് ഉപയോഗിക്കാം. എന്ത് രസമായിരിക്കുന്നു കുറുക്ക് കാളൻ.
ഓണസദ്യക്ക് നമുക്കെല്ലാം വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ലക്ക്. ഞാൻ കുറുക്ക് കാളൻ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റിങ്ങും വർക്കുകളൊന്നും അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി അടുത്തതിൽ ഞാൻ ശരിയാക്കാം.